അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള അണിയറയിലെ ഭിന്നതകൾ ഇപ്പോൾ പരസ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിൽ ഇറാനെതിരെ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് സൈനിക നീക്കം ആരംഭിച്ചപ്പോൾ ഇത്രയും വലിയൊരു വിള്ളൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും അത് അവസാനിപ്പിക്കേണ്ട രീതിയെക്കുറിച്ചും ഇരു നേതാക്കൾക്കുമിടയിൽ കടുത്ത ആശയപരമായിട്ടുള്ള ഭിന്നതയാണ് നിലനിൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നതാണ്. ഒരു ദീർഘകാല യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തെയോ അല്ലെങ്കിൽ സമ്പത്തിനെയോ തളച്ചിടാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തി ഒരു നയതന്ത്ര പരിഹാരത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ യുഎസ് പ്രസിഡന്റ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. ട്രംപിന്റെ ഈ ഒരു നയതന്ത്ര ശ്രമങ്ങളോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്ന നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെത്. ഇറാനെ പൂർണ്ണമായിട്ടും സൈനികമായി തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നാണ് നെതന്യാഹു കരുതുന്നത്. ചർച്ചകൾക്ക് സമയം നൽകുന്നത് ഇറാന് കൂടുതൽ കരുത്ത് പകരുമെന്നാണ് നെതന്യാഹുവിന്റെ വാദം. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ കടുത്ത തർക്കത്തിലാണ് അവസാനിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് യുദ്ധം വീണ്ടും തുടരുമ്പോൾ വലിയ രീതിയിലുള്ള ഭിന്നത ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാകുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഫോൺ കോളിൽ ട്രംപ് നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതായും ഇപ്പോൾ ലോകം മുഴുവൻ നിങ്ങളുടെ രാജ്യത്തെ വെറുക്കുകയാണ് എന്ന് പറഞ്ഞതായും പുറത്തു വന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഞാനാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, നെതന്യാഹു അല്ല എന്ന ട്രംപിന്റെ പ്രസ്താവന ഇസ്രായേൽ നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാനെതിരെയുള്ള ചില സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നു. ഇത് ഇസ്രായേലിനുള്ളിൽ നെതന്യാഹുവിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേൽ അമേരിക്കയുടെ ഒരു കീഴാള രാജ്യമായി മാറിയോ എന്ന് പ്രതിപക്ഷ നേതാക്കൾ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു. ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിലെ സംഘർഷം കാരണം ആഗോളതലത്തിൽ ഇന്ധനവില ഉയരുന്നത് അമേരിക്കൻ ജനതകൾക്കിടയിൽ ട്രംപിന്റെ ജനപ്രീതി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വരാനിരിക്കുന്ന യുഎസ് തെരഞ്ഞെടുപ്പുകളെ ഇത് ബാധിക്കുമെന്ന ഭയം ട്രംപിനുണ്ട്. തന്റെ മുൻ ഭരണകാലത്തെ വലിയ നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടിയ അബ്രഹാം ഉടമ്പടികൾ കൂടുതൽ അറബ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് ഇസ്രയേലിലും ലെബനനിലും ഇറാനിലും നടത്തുന്ന ഈ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ കാരണം ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് സഹകരിക്കാൻ മടിക്കുന്നു എന്നതാണ്. ഇത് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യുഎസ് നൽകിയ ഉറപ്പുകൾ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ബെറൂട്ടിൽ നടത്തിയ ആക്രമണങ്ങളാണ് ഭിന്നത കൂടുതൽ രൂക്ഷമാക്കിയത്. ഇതിന് തിരിച്ചടിയായിട്ട് ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം മാസങ്ങളായിട്ട് നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകളെ പാടെ തകിടം മറിച്ചു. അമേരിക്കയെ മുൻകൂട്ടി അറിയിക്കാതെയുള്ള ഇസ്രയേലിന്റെ ഈ ഒരു നീക്കങ്ങൾ ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾക്കിടയിൽ തന്ത്രപരമായിട്ടുള്ള ചില വിയോജിപ്പുകൾ മാത്രമേയുള്ളൂ എന്ന് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്ന് ട്രംപ് എന്ന് പറഞ്ഞ് നെതന്യാഹു ഈ ഒരു ഭിന്നതകളെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇരു രാജ്യങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള താല്പര്യങ്ങൾ പരസ്പരം വിരുദ്ധമായിട്ടുള്ള ദിശയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ചുരുക്കത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഈ ഒരു അണിയറ യുദ്ധം മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രയേലിന് ഈ ഒരു യുദ്ധം ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ട്രംപ് പലതവണ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് നെതന്യാഹു എത്രത്തോളം വഴങ്ങുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ലോകരാഷ്ട്രീയം. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനായിട്ടുള്ള ദീർഘകാല പോരാട്ടമാണ്. എന്നാൽ അമേരിക്കയ്ക്ക് മേൽ ആഭ്യന്തര സമ്മർദ്ദവും മറ്റ് സഖ്യരാജ്യങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങളും വർദ്ധിച്ചു വരികയാണ്. യുദ്ധത്തിൽ അമേരിക്ക വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഈ ഒരു വൈരുദ്ധ്യങ്ങൾ വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏപ്രിൽ ആദ്യം മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എങ്കിലും ഇറാൻ കരാറുകൾ പാലിക്കുന്നില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ. ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ബോംബാക്രമണം നടത്തണമെന്നാണ് നെതന്യാഹുവിന്റെ ആവശ്യം. കൂടാതെ
ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറയ്ക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തോടും ഇസ്രയേൽ വിയോജിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇരു നേതാക്കളും തമ്മിൽ നടന്ന ഫോൺ കോളിനിടെ നെതന്യാഹുവിനെ ട്രംപ് ക്രോസി എന്ന് വിശേഷിപ്പിച്ചതായിട്ട് വെളിപ്പെടുത്തിയതോടെ വിയോജിപ്പുകൾ പരസ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ US സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഇസ്രയേലിന് വലിയ താല്പര്യമുണ്ട്. അമേരിക്ക ഉന്നയിച്ച ചാരവൃത്തി ആരോപണങ്ങളെല്ലാം ഇസ്രയേൽ പൂർണ്ണമായിട്ടും നിഷേധിച്ചു. തങ്ങളുടെ രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങൾ ശത്രുക്കളെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും മിത്രങ്ങളായിട്ടുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാറില്ല എന്നും വ്യക്തമാക്കിയ ഇസ്രയേൽ വക്താവ് ഈ വാർത്തകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചു. എന്നാൽ പെന്റഗൺ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. വാർത്തയോട് പ്രതികരിക്കാൻ പെന്റഗൺ തയ്യാറായിട്ടില്ല എങ്കിലും പുറത്തുവന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും വ്യാജമാണെന്നാണ് വൈറ്റ് ഹൗസ് വക്താവിന്റെ ഔദ്യോഗിക നിലപാട്. ചരിത്രത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് പോലെ തന്നെ യുദ്ധങ്ങൾ തുടങ്ങാൻ എളുപ്പമാണ്, എന്നാൽ അത് അവസാനിപ്പിക്കുക എന്നത് അതിനേക്കാൾ പ്രയാസകരമാണ്. ട്രംപിന് വേണ്ടത് എത്രയും പെട്ടെന്നുള്ള ഒരു രാഷ്ട്രീയ വിജയമാണ്, എന്നാൽ നെതന്യാഹുവിന് വേണ്ടത് സ്വന്തം രാഷ്ട്രീയ അതിജീവനമാണ്. ഈ രണ്ട് വ്യക്തിഗത താല്പര്യങ്ങൾക്കിടയിൽപ്പെട്ട് മിഡിൽ ഈസ്റ്റ് ഇന്ന് വീണ്ടും കത്തുകയാണ്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രയേലിന് എത്ര കാലം മുന്നോട്ട് പോകാനാകുമെന്ന ചോദ്യത്തിന് വരും ആഴ്ചകളിൽ ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. ഇപ്പോൾ സംഘർഷഭരിതമല്ല, രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം. എന്തായാലും ഹോർമുസ് നിലവിൽ പൂർണ്ണമായിട്ടും അടച്ച അവസ്ഥയിൽ യുദ്ധം കനക്കുകയാണ്. ഇത് എത്രത്തോളം ആയിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്നത് കണ്ടറിയണം. ഇറാൻ ആയിരിക്കും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്ന് പലതവണ പറയുമ്പോഴും ഇവിടെ പതറിപ്പോകുന്നത് ട്രംപും ഇസ്രയേലുമാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേപോലെ നിന്നുകൊണ്ട് ഇറാനെ ആക്രമിച്ച ഈ ഒരു ആക്രമണത്തിൽ ഇപ്പോൾ വലിയൊരു വിള്ളൽ വീണത് മിഡിൽ ഈസ്റ്റിനെയാണ് ബാധിക്കുന്നത്. എന്തായാലും ഈ ഒരു യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചതും ഇരു രാജ്യങ്ങൾക്കുമാണ്. ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇറാന്റെ പ്രഹരശേഷി ഈ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും തച്ചുടയ്ക്കാൻ തക്കവണ്ണമാണ് ഇറാന്റെ മിസൈൽ പ്രഹരങ്ങൾ പാഞ്ഞെത്തിയത്. ഈ ഇറാനിലേക്കുള്ള യുദ്ധം കഴിയുമ്പോൾ ലോകം ഒരു കാര്യം വിളിച്ചു പറയും, എന്തെന്നാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രഹരശേഷി ഉണ്ടായിരുന്നത് ഇറാനാണെന്ന്. മിസൈൽ സിറ്റിയും ആണവങ്ങളും അല്ലെങ്കിൽ ആണവ കേന്ദ്രവും പൂർണ്ണമായിട്ട് തകർത്തു എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഒരു ദിവസം 30 മിസൈലുകളാണ് ഇസ്രയേലിലേക്ക് പറന്നെത്തിയത്. അതുപോലെ തന്നെ അമേരിക്കയുടെ 21 ഇടങ്ങളിലേക്കും ഇറാന്റെ മിസൈൽ മഴ പതിച്ചു. ഇതിനെല്ലാം പുറമെ ഹോർമുസ് പൂർണ്ണമായിട്ടും അടയ്ക്കുകയും ചെയ്തു. ഇനി എന്തായിരിക്കും വരാനിരിക്കുന്നത് എന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഇറാൻ ഒരിക്കലും മുട്ടുമടക്കില്ല, അല്ലെങ്കിൽ ഇറാനെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പൊള്ളയായിട്ടുള്ള വാദങ്ങൾ അമേരിക്കയും ഇസ്രയേലും വിളിച്ചു പറയുമ്പോഴും ഒരൊറ്റ കാര്യം ഉറപ്പാണ്, ഇതുവരെ പൊള്ളയായിട്ടുള്ള വാദങ്ങളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ ഇറക്കാത്ത ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല.